മലപ്പുറം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർക്ക് ഇതിനെ ഈ മലപ്പുറം നോക്കി കാണുമ്പോഴേ എന്തൊക്കെ ഒരു മാതിരിയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോ ഇവിടുന്ന് വന്നവരൊന്നും പോവില്ല. വളരെ ഭംഗിയായിട്ട് പരിപാടി നടന്നുകൊണ്ട് അല്ലെ, ഭംഗിയായിട്ട് പരിപാടി നടക്കണ്ടല്ലേ. അങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ എല്ലാവർക്കും കഴിയില്ലോ. നന്നായി എന്ന് പറയാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. മോശമാണ് കാണുള്ളൂ ആൾക്കാർ. നല്ല രീതിയിലുള്ള തന്നെ എനിക്ക് പറയാനുണ്ട്. മനസ്സിന് ഒരു സമാധാനം, സന്തോഷം. നമ്മൾ കേട്ടിട്ടില്ലേ ഉള്ളൂ, ആദ്യമായിട്ട് കാണുന്നത്. കാരണം അവര് വരുന്നു, അവര് പോകുന്നു. ഞങ്ങൾ ഖുർആനുണ്ട്, ലക്കും ദീനക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ ദീൻ. പൊതുജനങ്ങളുടെയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലല്ല. ഇവിടെ ജനങ്ങളെല്ലാം സപ്പോർട്ടാണ്. മുസ്ലിമാണ്. അപ്പൊ ഞാൻ മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ തന്നെ ഒരു കുംഭമേള വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വർഗം ആണ് എന്ന് പറയാം. നമുക്കൊക്കെ സ്വർഗം കിട്ടിയതിന് തുല്യമാണ്. are very happy Kerala. I respected traffic or responsibility person. ഇതൊരു അച്ഛാ നെയ്യ്. No, very अच्छा है. കാരണം നമ്മളൊക്കെ മലപ്പുറം ജില്ലയിലെ എന്താണ് ജനിച്ചു വന്ന ഇംഗ്ലീഷുകാരെ ഭാഷ പറഞ്ഞാൽ ബ്രോൺ ആൻഡ് പോട്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ആൾക്കാരാണ്. തൃപ്തിപ്പെടുത്തി അവരെ സന്തോഷിപ്പിച്ച് ഞങ്ങൾ ഇവിടെ വിടാറുള്ളത്. അതുകൊണ്ട് ഈ മലപ്പുറത്തിനെ പറ്റി വരണ്ട. മലപ്പുറം ചങ്കളാണ്, ചങ്കിടിപ്പാണ്, ഹൃദയമാണ്. Very, very beautiful, and we have a very goosebumps is coming from the emotion of the feeling. ഇപ്പൊ നാളെ മുതൽ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാര് വെള്ളം കൊടുക്കണ പള്ളിയിൽ വെള്ളം കൊടുക്കണേ, അങ്ങനൊക്കെ സഹകരണമാണ് ഇവിടെ ഇനിയുള്ള കാലങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ മലപ്പുറംകാരനാണ്. പുറത്തുനിന്നുള്ളവർക്ക് ചിലപ്പോൾ പലതും പറയാൻ പറ്റും. നിങ്ങളുടെ പേരെന്താ? അഭിലാഷ്. നിങ്ങൾ തന്നെ പറയുന്നത് ഈ ലെവലിലേക്ക് ഞങ്ങൾ നടത്തുന്നില്ലേ? സന്തോഷമാണോ? സന്തോഷം ആണ്. ഇനി വീണ്ടും എല്ലാ വർഷവും ഇവിടെ നടക്കട്ടെ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ വർഷവും നടക്കട്ടെ. പൊതുവെ മലപ്പുറത്തുള്ള ആൾക്കാർ അങ്ങനെ കുഴപ്പക്കാരല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, നമുക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്, നല്ല ആൾക്കാർ. They are very, very holy place. All Hindus are come and visit one time here. Very, very blessed place. Not Hindu peoples, all peoples. All peoples also come and visit. It is very holy place. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അതൊന്നും നിങ്ങളെ എവിടേക്കുള്ളവരോടൊന്ന് അറിയിക്കണം. തീർച്ചയായും ലക്ഷക്കണക്കിന് തിരുനാവായക്കാരോടൊക്കെ പറയാനുള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇത് കണക്കുകളാണ് ഞാൻ പറയുന്നത്. 5 to 15 ലക്ഷം വരെ ആളുകൾ വന്നു പോകും എന്നുള്ളതാണ് കണക്ക്. അത് 5 ലക്ഷമാകാം, 10 ലക്ഷമാകാം, 15 ലക്ഷമാകാം. അപ്പോൾ കടക്കാരൊക്കെ നല്ല രീതിയിലേക്ക് സ്റ്റോക്കുകൾ വെക്കുക. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുംഭമേള നടക്കുന്ന തിരുനാവായയിലാണ്. ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് തിരുനാവായയിൽ അനുഭവപ്പെടുന്നത്. ആദ്യമായി കുംഭമേള കണ്ട സന്തോഷത്തിലാണ് ഭക്തരെല്ലാം. ഇനി അവരുടെ വാക്കുകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ട് പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് അവിടുന്ന് അറിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്ന് കണ്ടുപോകാൻ, ഇവിടെ വന്നൊക്കെ വളരെ ഭംഗിയായിട്ട് പരിപാടി നടന്നുകൊണ്ട് അല്ലെ, ഭംഗിയായിട്ട് പരിപാടി നടക്കണ്ടല്ലേ. ഇവിടെ ഭംഗിയായിട്ട് പരിപാടി നടക്കൂല എന്ന് പറഞ്ഞ ആളുകളൊക്കെ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അവർക്ക് ഇവിടെ ഭംഗിയായിട്ട് പരിപാടി നടക്കണ്ട്. ജനങ്ങളിങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ അത്ര തിരക്കാ. അവിടെ നിങ്ങൾ ഏത് നാട്ടുകാരനാ? ഞങ്ങൾ കോഴിക്കോട് രാമനാട്ടുകര. ഈ മലപ്പുറത്തുകാരെങ്ങനെയാ? മലപ്പുറത്തുകാരായിട്ട് ബന്ധം തന്നെ. ഞങ്ങളിവിടെ ഈ പരിപാടിക്ക് സംഘത്തിന്റെ പല പരിപാടിക്കും വന്നിട്ടും പിന്നെ തിരുനാവായ വന്നിട്ടും ഒക്കെ പരിചയമുണ്ട്. അങ്ങനെയുള്ള എങ്ങനെയുണ്ട് ഇവിടെ നാട്ടുകാർ? വളരെ ഡീസന്റ് ആണ്, നല്ല ഭക്തന്മാരാ ഇവിടെ. അടിപൊളിയാണ്. അടിപൊളിയാണ്. അപ്പൊ ഇത് ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കട്ടെ. അതെ, എല്ലാ കൊല്ലും നടക്കട്ടെ. അതാണ് ഞാൻ പറയണത്. ഇങ്ങനെ എല്ലാ കൊല്ലും ഇവിടെ നടക്കണം. അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പുള്ള സ്ഥലമാണ് ഈ ഏരിയ. അത് വേറൊന്നുണ്ട്. ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർക്ക് ഇതിനെ ഈ മലപ്പുറം നോക്കി കാണുമ്പോഴേ എന്തൊക്കെ ഒരു മാതിരിയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടുന്ന് വന്നവരൊന്നും പോവില്ല. കാരണം അത്രയും സൗഹാർദ്ദമുള്ള ഒരു സ്ഥലമാണിത് മലപ്പുറം. എന്തുകൊണ്ട് അങ്ങനെ കൃത്യമായി പറയുന്നത്? കൃത്യമായി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഉള്ള ആൾക്കാരല്ല, അപ്പൊ നമുക്ക് അതിനെ പറ്റി അറിയാം. എന്റെ പേരെന്താണ്? ഗംഗാധരൻ. ഈ ഗംഗാധരേട്ട ഇത് പറയുമ്പോ എനിക്ക് വലിയ സന്തോഷമാണ്. അതായത് ഈ മലപ്പുറത്തുകാരെ കുറിച്ച് മോശം പറയുന്ന ആളുകൾക്ക് ഒരു ഗംഗാധരേട്ട മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും മതസൗഹാർദ്ദത്തിന് വേണ്ടി ഈ സൗഹാർദ്ദം, ഈ ഇഷ്ടം, ഈ സ്നേഹങ്ങൾ തകരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് ഇത്തരം വീഡിയോസ് ഞാൻ പങ്കുവെക്കാറുണ്ട്. മതസൗഹാർദ്ദമല്ല, നമ്മൾ ഒരു നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് മതം നോക്കാതെ എടുത്ത് കൊണ്ടുപോകണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇവിടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാളൊരു ആക്സിഡന്റ് ആയി കിടക്കുകയാണെങ്കിലും വണ്ടി ആകില്ല, അപ്പോ പിന്നെ അതിന്റെ മറ്റുള്ള പോരായ്മ ഭവിഷ്യത്തൊന്നും നോക്കൂല. അവരെടുത്തിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്കും. പിന്നീട് അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കുള്ളൂ. അതാണ് ഇവിടുത്തെ. നാളെ പിന്നെ ആ ഫ്ലൈറ്റ് തകർന്ന അന്ന് തന്നെ കണ്ടില്ലേ, ആ കൊറോണ ടൈമിലാണ് അത് സംഭവിച്ചത്. അന്ന് തന്നെ ആൾക്കാർ എല്ലാവരും കൂടി വന്നിട്ട് അതൊക്കെ വേണ്ടപോലെ കൈകാര്യം ചെയ്തില്ലേ. അതാണ് നമ്മളുടെ ലോകം, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യ, നമ്മളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ തന്നെ അവസാനിക്കട്ടെ അല്ലെ. ഇത്ര മതം ചർച്ച ചെയ്യാനേ പാടില്ലാത്ത രീതിയിലേക്ക് പോകട്ടെ അല്ലെ. അതെ, അതന്നെ വേണ്ടത്. കാരണം വെച്ചാൽ മലപ്പുറം അങ്ങനെയാണ്. പൊളിയാണ്. പൊളിയാണ്. I am TSASA Foundation founder Tara Rauri. Actually,
this event, Mahakumbha Mela, Swamiji invitation from West Day. I will come. My team are very happy. Kerala, I respected. Traffic are responsibility person. इधर अच्छा है अच्छा नहीं है? No, very अच्छा है. Yes. इधर फैसिलिटी अच्छा है? Very nice. Very nice peoples. Our guidance, our responsibility persons. Our navy, our military. Actually, good persons. All is there. Good, Okay. good, good. Your name, please. Your name. My name Tara Rauri, Tisasa Foundation, Tisasa and Foundation. Telangana. Where? Telangana. Telangana, Hyderabad. Okay. My native place, Andhra Pradesh. സാഗരമായിട്ട് വന്നുകൊണ്ടിരിക്കില്ലേ. ആ. കേരളത്തിൽ ആദ്യം നടക്കുന്ന ഒരു കുംഭമേള. പിന്നെ നമ്മൾ പ്രയാഗിലും അതുപോലെ തന്നെ ഇവിടെ കണ്ട ആ ഒരു നിളാരതി എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റിയൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അടിപൊളിയല്ലേ ഇവിടെ? പിന്നെ തീർച്ചയായും എല്ലാ സഹകരണങ്ങളൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. തീർച്ചയായും ഇവിടുത്തെ ഈ പൊതുജനങ്ങളുടെയും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലല്ല, ഇവിടെ ജനങ്ങളെല്ലാം സപ്പോർട്ടാണ് ഈ ഒരു അല്ലേ? തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ കാണും പോലല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? തീർച്ചയായും. കാരണം ഇവിടുത്തെ ഈ നിലവിൽ ഞാൻ സംഘാടക സമിതിയിലുള്ള ഒരാളാണ്. കാരണം ഈ ഒരു പണി, ഇവിടുത്തെ പാലത്തിന്റെ പണികൾ നടക്കുന്ന സമയത്തൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ പല ആളുകളും മറ്റേ നെഗറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് ഒരു എന്താ പറയുക, ഇത്രയും കാലത്തിന്റെ ശേഷം ഉണ്ടാവുന്ന ഒരു വലിയൊരു പരിപാടിയാണ് നമുക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? എന്താ പറയാ, പല ആളുകളുടെ മനോഭാവം അല്ലേ, അത് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇവിടെ സംഘാടക സമിതിയാണ്, നിങ്ങൾ പറയുന്നു വലിയ രീതിയിലേക്ക് സഹായമാണ് ഇവിടെ എന്നുള്ളത് അല്ലേ? തീർച്ചയായും. മലപ്പുറത്തെ തകർക്കാൻ നോക്കുന്നത് എന്തിനാന്നാണ് ഞാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. മലപ്പുറത്ത് തകർക്കണം, മലപ്പുറത്ത് അങ്ങനത്തെ ഒരു വിഷയങ്ങളായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇത് പല ആളുകളും പല രീതിയിലേക്ക് മാറ്റി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഇതൊരിക്കലും ഇവിടുത്തെ ആളുകളല്ല ഈ നെഗറ്റീവുകൾ പറയുന്നത്, ഒക്കെ ഈ മലപ്പുറം അല്ലെങ്കിൽ തിരുനാവായ ബന്ധമില്ലാത്ത ആളുകളാണ് ഇത് പറയുന്നത്. ശരിക്കും എന്താണ് കുംഭമേള അല്ലെ ഈ മാഘമക മഹോത്സവം എന്താണെന്ന് പോലും അറിയാതെയാണ് ഈ ഒരു പ്രതികരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എന്താ ഈ ഒരു പരിപാടി എന്താണെന്ന് പോലും ആർക്കും അറിയില്ല, എന്നിട്ടും നിങ്ങൾ പറയാണ്. അതെ, തീർച്ചയായും. മലപ്പുറത്ത് കുംഭമേള നടത്തുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും നല്ല സന്തോഷമാണ്. കാരണം ഇവിടെ നല്ലൊരു ബിസിനസ്സും നല്ലൊരു ആൾക്കൂട്ടങ്ങളും പിന്നെ പുറത്ത് ഈ തിരുനാവായെക്കുറിച്ച് അറിയപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ചാനലുകാരും അതുപോലെ നമ്മളെ ഈ ബ്ലോഗർമാരൊക്കെ എന്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു വെറുതെ അവർക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടി കാണിക്കാന്നല്ല. ഇവിടെ നല്ല സൗഹാർദ്ദത്തിൽ ഒത്തൊരുമയോട് കൂടിയാണ് ഇവിടുത്തെ ഇത് എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. അത് ജാതിപത ഭേദമന്യേ എല്ലാവരും അങ്ങനെയാണ് നമ്മളത് കാണുന്നത്. ഇവിടെ ഇത്ര സെക്യൂരിറ്റിയോ പോലീസോ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നിൽക്കണത്. ഇനിയിപ്പോൾ നാളെ മുതൽ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ വെള്ളം കൊടുക്കുന്നത്, പള്ളിയിൽ വെള്ളം കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ സഹകരണമാണ് ഇവിടെ ഇനിയുള്ള കാലങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്, ബാക്കി ഈ കുംഭമേള തീരുന്നത് വരെ. അപ്പോൾ അത്ര സൗഹാർദ്ദത്തിലാണ് ഇവിടെ. നിങ്ങൾ കാണാൻ വന്നതാണോ? കാണാൻ വന്നതാണ്. ആണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൂടി കാണാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറാണ്. നമ്മളിവിടെ എല്ലാ വാവിനും വരാറുണ്ട്. വാവരിക്കൽ വല്ല പിന്നെ ഫിലിം സ്റ്റാറുകൾ വരാറുണ്ട് ഇവിടെ. ഇവിടെ ഇത്രയും കാലത്തിലിടയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടേ ഇല്ല, ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പോൾ പുറത്തുനിന്ന് കേരളത്തിൻ്റെ പുറത്തുനിന്ന് തന്നെ സെലിബ്രിറ്റീസൊക്കെ ഇവിടെ വരാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂവോ ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രാഥമിക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇത് എല്ലാവരും സ്വാഗതം ചെയ്യാണ് ഇവിടെ. കുംഭകോണം നടന്ന ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാരെല്ലാവരെയും ബിരിയാണി വെച്ച് തന്ന ദിവസമാണ്. മാത്രമല്ല പ്രശസ്തി യാചിച്ച ഈ തിരുനാവായിൽ ഇങ്ങനത്തെ സംഭവം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഇതുവരെ നടക്കുമോ ഇല്ല എന്നുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, വലിയ രീതിയിൽ ചർച്ചകളൊക്കെ വന്നതിന് ശേഷം മലപ്പുറത്തുകാരെന്നുള്ള നിങ്ങൾ എന്താ പറയുക? ആര് വിചാരിച്ചാലും നമ്മളെ തർക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും സംഭവം തടുക്കാൻ കഴിയില്ല. കാരണം തിരുനാവായിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നതിൽ തന്നെ വലിയ സന്തോഷമാണ്. കാരണം അവര് വരുന്നു, അവര് പോകുന്നു. ഞങ്ങൾ ഖുർആനിലുണ്ട്, ലക്കും ദീനക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ ദീൻ, നമുക്ക് നമ്മുടെ ദീൻ എന്ന് പറഞ്ഞ പോലെ അവരതിൻ്റെ രീതിയിൽ നടക്കട്ടെ. ഒരു സന്തോഷമായിട്ട് വിജയകരമായിട്ട് ചെയ്തു പോട്ടെ. എല്ലാ കർമ്മങ്ങളും നല്ല രീതിയിൽ ഉഷാറായി പോട്ടെ. കുംഭമേള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ UP-യിലെ കുംഭമേളയ്ക്ക് പോയിട്ടുള്ള ആളുകളാണ്. അവിടുത്തെ കുംഭമേളയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇറങ്ങി മുങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. മുങ്ങി കുളിച്ച് പോരുക എന്നുള്ളത്, രാവിലത്തെ ഗണോദ്യമം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുഴയിൽ ഇറങ്ങി മുങ്ങുന്നതിൻ്റെ അതാണ് ഈ കുംഭമേളയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. വലിയ രീതിയിലേക്കായിരുന്നു ഈ മലപ്പുറത്ത് വെച്ച് ഇവിടെ നടത്തുന്നു, പരിപാടി നടത്തുന്നു, അങ്ങനെ ഇപ്പൊ എങ്ങനെയാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ തന്നെ ഒരു കുംഭമേള വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വർഗം ആണ് എന്ന് പറയാം. നമുക്കൊക്കെ സ്വർഗം കിട്ടിയതിന് തുല്യമാണ്. ശരി, ഈ കുംഭമേള ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ? ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞായിരുന്നു, പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി ഭംഗിയായി നടക്കുന്നുണ്ടോ? ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതെല്ലാം സർക്കാർ തന്നെ നമുക്ക് എല്ലാം പിൻവലിച്ച് തന്നു. എല്ലാവിധ സർക്കാരിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ നാട്ടുകാരനാണോ നിങ്ങൾ? ഞാൻ വളാഞ്ചേരി സ്വദേശിയാണ്. ഇവിടുത്തെ നാട്ടുകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നാട്ടുകാരെ എല്ലാ ഇവിടെ ഒരുവിധം എല്ലാ പ്രവർത്തകരെല്ലാം നമ്മളെ ആളുകൾ തന്നെയാണ്.
നമ്മളെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ്. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ആരാ പറഞ്ഞത് അങ്ങനെ മലപ്പുറം ജില്ല പ്രശ്നക്കാരനാണെന്നുള്ളത്? അത് ഉണ്ടാക്കിയെടുത്ത ഒരു മലപ്പുറത്തിനെ അറിയാത്ത ആൾക്കാരാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ നമ്മളൊക്കെ ഇതിന്റെ സംഘാടക സമിതി ഇല്ലെങ്കിലും എൻ്റെ ഒരു ആചാര്യനാണ് ഇതിന്റെ ഒരു വേദഘോഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഈ ഗായത്രി ഗുരുകുലം എന്നുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു ആചാര്യനാണ്. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ മാറ്റി നിർത്തിയാൽ അങ്ങനെ അല്ല, അതൊക്കെ കാര്യങ്ങൾ വരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാട്ടുകാർ എല്ലാവരും കൂടെ ചെയ്യുന്നു. താങ്കൾ ഇപ്പൊ ഈ പ്രോഗ്രാമായിട്ട് എത്ര ദിവസമായി ഇവിടെ വരും തിരുനാവായ വരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം ഉണ്ടാവില്ല ഇവിടെ തിരുനാവായ. ഇവിടെ ഒരു വിഷയം എന്താ അറിയോ, ഇത്ര വലിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സ്ഥലം കൊടുക്കാനുള്ള ഒരു പരിമിതികൾ മാത്രം തിരുനാവായിക്കുണ്ട്. അതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെ കയ്യിൽ ഒരു സംഘാടക സമിതി ഇത്ര കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു മിനിമം ഒരു ദിവസം ഒരു 10,000 അല്ലെങ്കിൽ 25,000 ആൾക്കാർ. ശരിക്കും ഒരു വാവിന്, ഈ കർക്കിടക വാവിനെ പോലുള്ള വാവുകൾക്ക് ഒരു 10,000 ആൾക്കാർ വന്നാൽ തന്നെ തിരുനാവായ വല്ലാത്തൊരു ഇതാണ്. ക്രൗഡ് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്ര വലിയൊരു പരിപാടി വരുമ്പോൾ ആ ഭാവിയിൽ ഒരു ആസൂത്രണം ചെയ്യുക, അതൊക്കെയല്ലേ ഏറ്റവും നല്ലത്. ഈ മലപ്പുറം ജില്ലയെ നമ്മൾ പേര് പറയിപ്പിക്കാതിരിക്കാൻ നല്ലത്. കാരണം നമ്മളൊക്കെ മലപ്പുറം ജില്ലയിലെ ജനിച്ചു വന്ന ഇംഗ്ലീഷുകാരെ ഭാഷ പറഞ്ഞാൽ ബ്രോൺ ആൻഡ് പോട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ്. ഇതിലിപ്പോ വലിയൊരു അതിൽ കഴമ്പുണ്ട്. വലിയ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് നടന്നു പോകുന്നു, അടിപൊളിയാവുന്നു, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. സംശയം എന്താ, ഞങ്ങൾക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തൊരു വൈരങ്കോട് തീയാട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഒരു ഫെസ്റ്റിവൽ മൂഡിലും, പിന്നെ ഇതാകുമ്പോൾ ഭക്തി എല്ലാവരും കൂടിയാണല്ലോ ഭക്തി വരിക. നമുക്ക് സന്തോഷം വേണം. അപ്പൊ ഇതിന്റെ ഒരു ഭക്തിയുടെ ഭാഗമാണ് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. എല്ലാം കൊണ്ടും തിരുനാവായക്കാർ വളരെ നല്ല രീതിയിൽ ഞങ്ങൾ മലപ്പുറത്ത് നന്നായിട്ട് ആഘോഷിക്കുമെന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ള ഉറപ്പ്. എല്ലാ വ്യാജ പ്രചരണങ്ങളൊക്കെ തള്ളി, ഈ വ്യാജന്മാരാണല്ലോ വ്യാജപ്രചരണം നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു വ്യാജം ഒന്നുമില്ല. ഞങ്ങൾ നാട്ടുകാരും അതുപോലെ കഴിഞ്ഞ ദിവസം സംഘാടക സമിതിയെ സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സമിതിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണ സമിതി അല്ല നമുക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഒരു ആശങ്കയ്ക്കും വകയില്ലാതെ ഞങ്ങൾ തിരുനാവായക്കാർ മലപ്പുറം ജില്ലക്കാർ ഒത്തൊരുമിച്ച് ഞങ്ങൾ ഈ മാമാങ്ക മഹോത്സവം നന്നായിട്ട് നടത്തും. അതിലൊരു സംശയമില്ല, ഒരാശങ്കയില്ല. എല്ലാ ജനങ്ങളും വന്ന് നല്ല രീതിയിൽ പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ട് തിരിച്ചു പോകാം, താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ. മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്തിനും എല്ലാത്തിനും സഹകരിക്കുന്ന ഒരു നാടാണ്. പ്രത്യേകിച്ച് തിരുനാവായ, ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളികൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആളുകളെ അങ്ങോട്ടാക്കാനും ഇങ്ങോട്ടാക്കാനൊക്കെ ഞങ്ങൾ ഓട്ടോയാണ് ആശ്രയിക്കുന്നത്. ഒരു ലോഡ്ജ് ആക്കി കൊടുക്കാനും അതുപോലെ പുഴയിലേക്കും പാർക്കിങ്ങിലേക്കും ഒക്കെ ഞങ്ങളെ ഓട്ടോയാണ് ഇവർ ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ സംസാരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഒരു ഇതുമില്ലാതെ നല്ല തൃപ്തിപ്പെടുത്തി അവരെ സന്തോഷിപ്പിച്ച് ഞങ്ങൾ ഇവിടെ വിടാറുള്ളത്. അതുകൊണ്ട് ഈ മലപ്പുറത്തിനെ പറ്റി വരണ്ട, മലപ്പുറം ചങ്കളാണ്, ചങ്കിടിപ്പാണ്, ഹൃദയമാണ്. മലപ്പുറം ജില്ലയിലല്ലേ ഇപ്പൊ കുംഭമേള നടന്നതിൽ വലിയൊരു സന്തോഷമാണ്. ഇങ്ങനെ കുംഭമേള ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് കാശിയിൽ ഇതുപോലെ ഒരു ദീപാരാധന വൈകുന്നേരമുള്ള ഒരു ഇതൊക്കെ കണ്ട് ഞങ്ങൾ കാശിയിൽ പോയിട്ടായിരുന്നു. കാശിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായത്. നല്ലൊരു അനുഭൂതിയായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഇത് വന്ന് കാണണം എന്നുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്ക് കിട്ടിയത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ? പല കുപ്രചരണങ്ങൾ നടന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ടേ തോന്നുന്നു. അറ്റ്മോസ്ഫിയറിൽ യാതൊരു ഇതും തോന്നുന്നില്ല. എല്ലാ ചടക്കും കാര്യങ്ങളും വേണ്ട വിധം എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. അതാണ് പറയാനുള്ളത്. ഈ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളൊക്കെ എന്താണ് പറയാനുള്ളത്? അങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ എല്ലാവർക്കും കഴിയില്ലോ. നന്നായി എന്ന് പറയാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. മോശമാണ് കാണുള്ളൂ ആൾക്കാർ. നല്ല രീതിയിലുള്ള തന്നെ എനിക്ക് പറയാനുള്ളൂ. പഴയ കാലത്ത് മാമാങ്കം നടന്ന സ്ഥലമാണ് തിരുനാവായ. അങ്ങാടിപ്പുറം അന്ന് വരലും എല്ലാം ഉണ്ടായിരുന്ന പിന്നീട് നിർത്തി വെച്ചതാണല്ലോ. വീണ്ടും ഇത് തുടരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയുള്ളൂ. നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക. അത് നടന്നതിൽ സന്തോഷം. അതന്നെ നടക്കാൻ പറ്റിയില്ലോ. എത്ര എതിർപ്പുകളും ഇതാക്കിയിട്ട് നമ്മൾ നടത്തിയതിലോ എതിർപ്പ് ശരിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഇല്ല അല്ലേ? എതിർപ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. ആരുടെ ഭാഗത്തും എതിർപ്പ് എന്തായാലും നന്നായി നടക്കട്ടെ. ഓരോരോ കാര്യങ്ങളും നന്നായി നടക്കണല്ലോ. വീണ്ടും ഉത്സവങ്ങളൊക്കെ വരട്ടെ. മലപ്പുറം ജില്ല ഒന്ന് ഉഷാറാണ്. അതെ, ഇതൊന്നും ഉഷാറാണ്. ഒന്നിനെ കുറിച്ച് ഒരു മലയാളിയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രയാഗ്രാജ് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പേപ്പറിൽ കാണാമെന്നല്ലാണ്ട് നമുക്ക് കണ്ടറിയാനുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പം അതിനെപ്പറ്റി ഞാൻ ചോദിച്ചു, എനിക്കറിയില്ലായിരുന്നു. ഒരാൾ പറഞ്ഞു മറ്റേ അഘോരികൾ അതേമാതിരി സന്യാസിമാർ ഇവരൊക്കെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ സ്നാനം ചെയ്യുമ്പോൾ നമ്മൾക്കും അങ്ങനത്തെ ആ ഒരു വെള്ളത്തിൽ സ്നാനം ചെയ്ത ഒരു പവർ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉദ്ദേശിച്ച് ഇപ്പം ഞാൻ സ്നാനം ചെയ്യണം എന്നുള്ളത് വന്നത്. അപ്പോൾ രാവിലെയാണ് അത് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഞാൻ മലപ്പുറംകാരനാണ്. പുറത്തുനിന്നുള്ളവർക്ക് ചിലപ്പോൾ പലതും പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് ഇവിടെ ഇപ്പം തന്നെ ഒന്നും ഫീൽ ചെയ്യണില്ല. ഇതിൽ കൂടുതൽ എന്തുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിലാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു
ഉദ്ദേശിക്കുന്ന ചിലപ്പം മതപരമായിട്ടാവാം, രാഷ്ട്രീയമായിട്ടാവാം. അങ്ങനത്തെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അങ്ങനത്തെ ഉണ്ടായിട്ടില്ല, അതന്നെയാണ് ഫീൽ ചെയ്യാത്തത്. മലപ്പുറം ജില്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ കുംഭമേള എന്താ നമുക്കറിയില്ല. നമ്മളിവിടെ കുലുക്കി സർബത്തും ഓംലേറ്റും പരിപാടിയൊക്കെ ആയിട്ട് പോവാം, അത്രേ കണ്ടിട്ടുള്ളൂ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഈ കട നടത്തണേ. അതെ. എങ്ങനെ കടയിൽ കച്ചവടം കൂടിയാണ്? കച്ചവടം പ്രത്യേകിച്ച് കച്ചവടങ്ങളൊന്നുമില്ല, അവളെ വിചാരിച്ചത്ര ആളൊന്നുമില്ല. അത് വരാൻ സാധ്യതയുണ്ട്. അതുണ്ട് എന്നാണ് പറയുന്നത്. 22-ാം തീയതി കഴിഞ്ഞാലാണ് ശരിക്കുള്ള അതിന്റെ മൂവ്മെന്റ് പോവാ എന്നുള്ളത് പറയുന്നത്. അതെ, മലപ്പുറം ജില്ല എല്ലാവരും കൂടി ഒത്തിട്ട് നടത്തും. അത് ആരും എതിർത്തിനും കാര്യമില്ല. മലപ്പുറം ജില്ലയിലാണെങ്കിൽ മലപ്പുറം ജില്ലക്കാർ നടത്തും. തിരുനാവായ മലപ്പുറം ജില്ലയിൽ നടത്തും, മലപ്പുറം ജില്ലക്കാർ നടത്തുന്നത്. അതിൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല, ചേർന്ന് നടത്തും എല്ലാവരും കൂടി. അത്രയും കോൺഫിഡന്റ് ആണ്? 100% ഉറപ്പാ. നിങ്ങളുടെ പേരെന്താ? അഭിലാഷ്. നിങ്ങൾ തന്നെ പറയുന്നത് ഈ ലെവലിലേക്ക് ഞങ്ങൾ നടത്തുന്നില്ലേ? അതിനൊരു കെട്ടുറപ്പ് വലുതല്ലേ? ആണ്. മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ജില്ലയല്ലേ മലപ്പുറം ജില്ല? മലപ്പുറം ജില്ല മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ജില്ലല്ലേ? ഇപ്പൊ എന്തായാലും അടിപൊളി നടക്കും. ഓരും കാത്തിരിക്കാം. ഞാൻ ഹിന്ദുവാണ്, പക്ഷെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ കാത്തിരിക്കാം. എന്താ പരിപാടി, എന്താ പറയുന്നത്, നമ്മളാരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അവർക്ക് എന്താണ് പറയുന്നത്? അവർക്കൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. കുംഭമേള എന്താണ് വന്ന് അവിടെ ഫുള്ളായില്ല എന്നാ പറയുന്നത്, ഇനിയുണ്ട് എന്നാ പറയുന്നത്, ഒക്കെ ഇതായില്ല എന്നാ പറയുന്നത്. എങ്കിലും നിങ്ങൾ വന്നതിൽ സന്തോഷവാനാണോ? ഓ, സന്തോഷമാണ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കോഴിക്കോട്. കുംഭമേളയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. ആദ്യമായിട്ട് കാഴ്ചന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. സ്വാമിമാരുടെ ഡാൻസും പാട്ടുകളും ഒക്കെ ആയിട്ട് വളരെ നല്ല രസകരമായ കാഴ്ച എനിക്ക് ജീവിതം. നാട്ടുകാരാണോ? ഞാൻ നാട്ടുകാരനല്ല, എൻ്റെ വീട് ചേകന്നൂർ പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയിട്ട് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്ന, കുംഭമേള എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന. പേരെന്താ? എൻ്റെ ഒരു ഹബീബ് കാണാൻ വേണ്ടി ഞാൻ മുസ്ലിം സഹോദരൻ, മുസ്ലിമാണ്. അപ്പൊ ഞാൻ മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വന്നതാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. എന്താണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ? ഇവിടെ കച്ചവടക്കാരുണ്ട്, അതേപോലെ കുറച്ച് ജനങ്ങളൊക്കെ ഉണ്ട്. വലിയ ഉന്ത തിരക്കില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ ഉന്ത തിരക്കും വരും. ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വൈബാണ്. ഇവിടെ വക്കത്തൊക്കെ നിന്ന് കാണുമ്പോൾ നല്ല വൈബാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അടിപൊളിയാണ് തീർച്ചയായും. വളരെ നല്ല അഭിപ്രായം. ഇത് നടക്കേണ്ടതാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ 3 ദേവന്മാരും കൂടെ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ്. ഇവിടെ മാമാങ്കം നടന്നിരുന്നു. അപ്പോൾ ഇത് ജനങ്ങളിൽ ഒരു വലിയ ആത്മീയത വളർത്തുന്നതാണ്. പ്രത്യേകിച്ചും ഹരിദ്വാറിലെ നാഗസന്യാസിമാരൊക്കെ വരുന്നത് ഒരു പുണ്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നടക്കില്ല എന്നുള്ള വലിയ രീതിയിലേക്കുള്ള പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ? ഇവിടെ കുറച്ച് തയ്യാറെടുപ്പുകൾ കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കാം, നടക്കൂല എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്താണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ? എങ്ങനെ ഭയങ്കര സഹകരിച്ച് എല്ലാവരും പോകുന്നുണ്ടോ? ഓ, തീർച്ചയായിട്ടും സഹകരണം ഉണ്ട്. എല്ലാവരും വളരെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമാണോ? സന്തോഷം ആണ്. ഇനി വീണ്ടും എല്ലാ വർഷവും ഇവിടെ നടക്കട്ടെ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ വർഷവും നടക്കട്ടെ. ഈ നമ്മൾ ഈ ഇതൊക്കെ ഒന്ന് കാണാം, ഫംഗ്ഷൻ ഒക്കെ ഒന്ന് കാണാം. തീർച്ചയായിട്ടും അതൊരു കൂട്ടായ്മയാണല്ലോ. Yes, this is seeing the first time, and I'm very happy to proud and announce to tell you the occasion of the Kumbh Mela very good, and organizing the police and department and Navy and Air Force also something, all departments also involving, and they very disciplined Kumbh Mela. This is right. Kerala अच्छा नहीं है? Very very beautiful, and we have a very goosebumps is coming from the emotion of the feeling. The water also very good and very cleaning, and every management also will telling us with smile. So I'm happy to meet to Pitadipati, and the Pitadipati also telling, giving blessings and so much of pressure shanti. Kerala ಚೆನ್ನಾಗಿದೆ ಇಲ್ವಾ? Yeah, super place. I visit every year compulsory one time. Yeah, it's good. Mahamandeleshwar Swami is doing good here. A lot of people came holy place. They are doing some Pinda Pradhanam and all here. This is very powerful place. Here Brahma, Vishnu, Maheshwara, 3 temples is there. They call one Amma. It's called Nadi. They are very very holy place. All Hindus are come and visit one time here. Very very blessed place. Please come, all over Indian peoples are all over Hindu peoples came and visit. It is very 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 powerful place. Guruji Mahamandeleshwar Swami is doing very well. Please cooperate. Not Hindu peoples, all peoples. All peoples also come and visit. It is very holy place. Really, we are blessed a lot. इधर अच्छा नहीं है? Yeah, super है. പുറത്തതിന്റെ കാര്യം പറയുകയാണെങ്കിലേ ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും കൂടി പ്രവർത്തിക്കുന്ന എന്ത് സംഭവമാണെങ്കിലും കോമൺ ആയിട്ടാണ് എല്ലാവരും, എന്ത് പരിപാടി ഉണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ആര് വന്നാലും അവരെ പരിപാടി കഴിഞ്ഞിട്ട് അവർക്ക് നാട്ടിൽ പോവാം, ബുദ്ധിമുട്ടൊന്നും.
അത് നടന്നിരിക്കും, ഇനിയും നടക്കും. നടക്കണം തീർച്ചയായും, എസ്പെഷ്യലി ഇൻ കേരള. അതെ, കേരളത്തില് തിരുനാവായ തന്നെ കുംഭമേള നടക്കണം. തീർച്ചയായും. എന്താണ് ഇപ്പോ ഈ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്? അറ്റ്മോസ്ഫിയർ എന്താണ്? ഇതുവരെയുള്ള എന്ന് പറഞ്ഞാൽ 270 വർഷത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പം അതിന്റെ ചില പാകപ്പിഴകളും പാളിച്ചകളും ഉണ്ടാവും. അപ്പം അത് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് ഭാവിയിലുള്ള ഒരു ഇതായിട്ട് മാറ്റിയെടുക്കണം. അപ്പം എന്തായാലും നടക്കുന്നുണ്ട് എന്റെ ഉറച്ച വിശ്വാസം. അല്ല, നടക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നടക്കും, എന്തായാലും നടക്കും. അതിന് നടക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതെ, നടക്കണം, തീർച്ചയായും നടക്കണം. അപ്പോ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും നല്ല രീതിയിലേക്കാണ്. ഭക്തന്മാരെ കുറെ ബൈറ്റുകൾ നമ്മൾ എടുത്തു, വലിയ സന്തോഷത്തിലാണ്. മറ്റു അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വന്ന ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. അത്തരം ഒരു ഫെസിലിറ്റിയാണ്. ചെറിയ ഫെസിലിറ്റി കുറവ് എന്ന് പറയുന്നത് ഇത് വന്നു കഴിഞ്ഞ് അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ? അതെ. പാർക്കിങ്ങിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പാർക്കിങ്ങിന് ക്രൗഡ് വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് സോൾവ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതെ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ. ഇവിടുത്തെ ഇന്നിപ്പോ എത്തിയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ? ഭയങ്കര ഉഷാറാണ്, സൂപ്പറാണ്. എന്താണ് പറയാനുള്ളത്? പറയാൻ എന്താ, നന്നായിട്ട് നടക്കട്ടെ എന്നുള്ളത് പറയാം. എല്ലാ വർഷവും നടക്കട്ടെ. എല്ലാ വർഷവും നടക്കട്ടെ അല്ലേ? അതെ, എല്ലാ വർഷവും ഇത് വരട്ടെ. എല്ലാ വർഷവും വരട്ടെ അല്ലേ? ഈ തിരുനാവായക്കാർക്ക് ആകെ 2, 3, 4 ദിവസം കിട്ടിയിരുന്ന ഉത്സവം ഒരു 10 ദിവസവും 12 ദിവസവും അഡീഷണൽ കിട്ടിയേക്കുക. അതന്നെ, ഒരു മാസം കിട്ടണം എന്റെ അഭിപ്രായം. അല്ലേ? ഒരു മാസമായിട്ട് അടിച്ചു പൊളിക്കണം അല്ലേ? അല്ലാതെ ഹാപ്പിയാണ് അവിടെ എല്ലാവരും? ഹാപ്പിയാണ്, ഫുൾ ഹാപ്പിയാണ് അല്ലേ? അതെ, നല്ല അഭിപ്രായമാണ്. അത് ഒരു 1.5 മാസം കൂടി ആയാൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. അടുത്ത വർഷം ആവുമ്പോ അങ്ങനെ കൂടുതലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എങ്ങനെയുണ്ട് അറ്റ്മോസ്ഫിയർ ഒക്കെ? ഇവിടെ ഒന്നും കുഴപ്പമില്ല, നല്ല അടിപൊളിയല്ലേ? ഹാപ്പിയാണ്. ഇപ്പൊ ഒന്ന് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് വന്നേക്കാണ്. ഇനിയിപ്പോ എല്ലാ വർഷങ്ങളും വരട്ടെ എന്നുള്ള എല്ലാ വർഷവും വരട്ടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെ അഭിപ്രായം. അല്ലേ? അടിപൊളിയായിട്ട് വരട്ടെ. ഇവിടെ പരിപാടികൾ നടക്കണം. ഇതേപോലെ ഓരോ പരിപാടികളും ഇനിയും നടത്തണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്താണ് മലപ്പുറം ജില്ലയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മലപ്പുറം ജില്ലയിൽ നല്ല അഭിപ്രായമാണ്. ഇവിടെ ആർക്കും അങ്ങനെ ഒരു വിദ്വേഷമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഒരു വർഗീയത കാര്യങ്ങളൊന്നുമില്ല. ഒരേ ലെവലിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകണം. ആദ്യം അതും അതൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. ഓരോ പരിപാടികളും നമുക്ക് വൻ വിജയമാക്കി തീർക്കണം എന്നാണ്. നല്ല കാര്യമല്ലേ നടക്കണം. എല്ലാവരും നല്ല സഹകരിക്കണം. എല്ലാവരും പിന്നെ മതം നോക്കാതെ, ജാതി നോക്കാതെ എല്ലാവരും വന്ന് കാണുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഒരു പരിപാടിയല്ലേ. ഇനിയും നല്ല നല്ല പരിപാടികൾ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന പോലെ ഇനിയും വരട്ടെ. എല്ലാവരും ഹാപ്പിയാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിന്താക്കൂടെ. ഒരു ഒന്നിറങ്ങി നമ്മളിപ്പോൾ ഒരു കൈ എങ്ങനെ 5 പേരിൽ ഒരേ പോലെ അല്ലേ? അതേപോലെ ചില എല്ലാത്തിലും ഉണ്ടാവുമല്ലോ 2 പക്ഷം. ചില ആൾക്കാർ അതിനെ പ്രതികരിക്കും, ചില അനുകരിക്കും. അങ്ങനെ ഇതല്ലേ. എവിടുന്നാ വരുന്നത്? കൊടുങ്ങല്ലൂർ. കുംഭമേളന്റെ പ്രോഗ്രാമിന് വന്നാണോ? അതെ. ആണല്ലേ? എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് മനസ്സിന് ഒരു സമാധാനം, സന്തോഷം. നമ്മൾ കേട്ടിട്ടില്ലേ ഉള്ളൂ, ആദ്യമായിട്ട് കാണാൻ പറ്റി. അതെ, കാണാൻ പറ്റി. ഇനിയിപ്പോ വൈകുന്നേരം ദീപ ആരാധന കാണണം. മലപ്പുറം സ്നേഹമുള്ള ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടില്ല, അറിയാം. കുംഭമേള കേരളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷെ പ്രതീക്ഷിച്ച തിരക്കൊന്നും കണ്ടില്ല. ഞങ്ങൾ വലിയ തിരക്ക് വരാൻ വേണ്ടി പോകുന്നുള്ളൂ. അതെ, എന്നാലും ഇന്നേ തിരക്കുണ്ടാവും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ആ പാലം തുറന്നു കിട്ടാത്തതിന്റെ പ്രതിഷേധം അറിയിക്കുന്നു. അത് എത്രയും വേഗം ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും ജനങ്ങൾ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഞാൻ പറയാനുള്ളത്. മുമ്പ് ഒരു പാലം അവിടെ പണി നടത്തിയിട്ട് പകുതി വെച്ച് നിർത്തിയേക്കുക. അന്ന് ആ പാലം ഉണ്ടെങ്കിൽ ശരിക്കും ഇന്ന് നല്ല രീതിയിലേക്ക് നടക്കാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഇതിന് ശരിക്കും നല്ലൊരു സപ്പോർട്ട് കിട്ടേണ്ടതാണ് എല്ലാ ഭാഗത്തുനിന്നും. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ശരിക്കും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഇത്. ഇത്രയും ഭക്തർ ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതില് പ്രതിഷേധമുണ്ട്. ശരി, ഇത് സർക്കാരിന്റെ അല്ല, ഒരു ഭരണസമിതിയുടെയാണ്. അവരായാലും ആരായാലും അത് ചെയ്തു വെക്കേണ്ടതായിരുന്നു. മലപ്പുറത്ത് ഇത് നന്നായി നടക്കും. ഒരു ബൂസ്റ്റ് ഉണ്ടാവും ഇവിടെ എന്ന് വിചാരിക്കും. ബൂസ്റ്റ് എന്താ ബൂസ്റ്റ് എന്ന് പറയുന്നത്? ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവുന്ന പറയണേ. നല്ല ആളുകളാണ് അവിടെ. തീർച്ചയായിട്ടും നല്ല ആളുകളാണ്. പക്ഷെ അവർക്ക് പോലും ഒരു പ്രതീക്ഷയില്ല ഇവിടെ ആളുകൾ വന്നു ചേരുന്നു. ഞങ്ങളൊരു കടയിൽ കയറിയപ്പോൾ ഒഴിഞ്ഞ ഭരണികളും ഇതും. അപ്പോൾ അത്ര ആളുകളൊന്നും വരില്ല എന്നാണ് അവരുടെ തോന്നല്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ 25, 26, 27 ബസ്സുകളാണ് വരാനിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആളുകൾക്ക് ഞങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷെ മലപ്പുറത്തുള്ളവർക്ക് പുറത്തുനിന്നുള്ളവർ വരുമോ എന്നുള്ള ഒരു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അതൊന്നും നിങ്ങളെ എവിടേക്കുള്ളവരോടൊന്ന് അറിയിക്കണം. തീർച്ചയായും ലക്ഷക്കണക്കിന് തിരുനാവായക്കാരോടൊക്കെ പറയാനുള്ളത്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇത് കണക്കുകളാണ് ഞാൻ പറയുന്നത്. 5 to 15 ലക്ഷം വരെ ആളുകൾ വന്നു പോകും എന്നുള്ളതാണ് കണക്ക്. അത് 5 ലക്ഷമാകാം, 10 ലക്ഷമാകാം, 15 ലക്ഷമാകാം.
അപ്പോൾ കടക്കാരെ ഒക്കെ പറയുന്നത് കടക്കാരൊക്കെ നല്ല രീതിയിലേക്ക് സ്റ്റോക്കുകൾ വെക്കുക, എന്നെ വിശ്വസിച്ച് സ്റ്റോക്കുകൾ വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവരൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ട്, കടയിൽ സ്റ്റോക്ക് ഇല്ല എന്ന് പറയുന്നു അല്ലേ? ഒഴിഞ്ഞ ഭരണികളായിട്ട് ഒരു കട ഇപ്പൊ ഞങ്ങൾ കയറിയെടുത്ത്. അപ്പൊ പറഞ്ഞു അവിടെ ഇന്നലെയൊക്കെ അധികം ആൾക്കാർ, അത് പ്രതീക്ഷിക്കണ്ട, 26, 27 ഹോളിഡേയ്സിന് ബസ്സുകളാണ് എറണാകുളം തൃശ്ശൂർ, ട്രെയിനുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതെ, ബസ്സുകളിൽ എത്ര പേരെ വരാനിരിക്കണം. അപ്പൊ അതൊക്കെ ഇവിടുത്തെ ആളുകൾ അറിഞ്ഞ് അതിന് വേണ്ട ഒരുക്കങ്ങളും വരുന്നവർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടും, വെള്ളത്തിന് പോലും ബുദ്ധിമുട്ടിപ്പോ. അപ്പൊ അതൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് മലപ്പുറംകാരോട് പറയാനുള്ളത്. നല്ല അടിപൊളിയാണ് അല്ലെ? മലപ്പുറത്ത് ശരിക്കും കുംഭമേള നടക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലേക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നാണ്, അത് നടന്നിരിക്കുകയാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാ? അത് വെറുതെ പറഞ്ഞു, അത് നടക്കും ഇവിടെ എന്തായാലും. അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഉണ്ട് തോന്നുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പൊതുവെ മലപ്പുറത്തുള്ള ആൾക്കാർ അങ്ങനെ കുഴപ്പക്കാരല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ല, നമുക്ക് കുറെ സുഹൃത്തുക്കളുണ്ട് നല്ല ആൾക്കാർ. നിങ്ങളുടെ ഗുരുവായൂരാണോ? ഞാൻ ഗുരുവായൂരാണ്, ക്ഷേത്രത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സുഹൃത്തുക്കളാണുള്ളത്. സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് അങ്ങനെ സുഹൃത്തുക്കളെ വെച്ചിട്ടാണോ പറയുന്നത്? അല്ല, അങ്ങനെ ഒരു ഇതായിട്ടല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും നമുക്കൊരു കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. എല്ലാ ഇതിലും ചീത്ത ആൾക്കാരും നല്ല ആൾക്കാരും ഉണ്ടാവും. മുഴുവൻ ആൾക്കാരും ഒരേ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഫാമിലിയോടെ കാണാൻ വന്നിരിക്കുക അല്ലേ? അതെ അതെ, വലിയ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് നടക്കട്ടെ എല്ലാ വർഷവും. എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ. അതെ അതെ. തിരുനാവായിൽ കുംഭമേള തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ജനങ്ങളുടെ അഭിപ്രായം ഞാൻ തേടിയ സമയത്ത് ഷറഫു എന്നാ പേര് അല്ലെ? ഷറഫു ആദ്യമായിട്ട് പറഞ്ഞൊരു വാക്ക് റാഹത്തോടെ അല്ലെ? ഷറഫുന്നെ പറയാം, റഹ്മത്തും ബർക്കത്തോടു കൂടി പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും റഹ്മത്തും ബർക്കത്തോടും കൂടിയിട്ട് അടിപൊളിയായിട്ട് കുംഭമേള പോകുന്നുണ്ട്. നന്ദി, നമസ്കാരം.